ഒരു ഇമ്പോർട്ടന്റ് വിഷയം കൂടി ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, കേരളത്തെ സംരക്ഷിക്കണം, ഇത്ര ജനങ്ങളെ സംരക്ഷിക്കണം എന്നൊരു പെറ്റീഷൻ കേന്ദ്രത്തിലേക്ക് അയക്കാൻ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗത്ത് 10 ലക്ഷം പേരുടെ ഒപ്പം നമുക്ക് ശേഖരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 20 ലക്ഷം പേരുടെ ഒപ്പുണ്ടെങ്കിൽ നമുക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ മുല്ലപ്പെരിയാർ പുതിയ ഡാം പണിയരുന്ന് പറഞ്ഞൊരു കത്ത് കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഒരുപാട് പേര് എനിക്ക് ഫോർവേഡ് ചെയ്തു. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, ജനങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടൊരു 20 ലക്ഷം പേരുടെ ഒപ്പുള്ള പെറ്റീഷനാണ് അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണം, നിങ്ങളുടെ കൂട്ടുകാരന്മാരുണ്ടാവില്ല, കൂട്ടുകാർ, അപ്പൊ അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാം. ഇൻഫ്ലുവൻസേഴ്സ്, ഫിലിം ആക്ടേഴ്സ്, അവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആരെങ്കിലും നമ്മുടെ ഈ അവസ്ഥ, ഈ കാര്യം മനസ്സിലാക്കി ഈ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ 20 ലക്ഷം നമുക്ക് ഒറ്റ ദിവസം കൊണ്ടാക്കാൻ പറ്റും. അപ്പൊ വരാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മഴയാണ് വരാൻ പോണെന്നുള്ളത്. അത് ഡാം എത്രത്തോളം താമോന്നോ അല്ലെങ്കിൽ എത്ര പേരെ അത് ബാധിക്കുമോ, ജനങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമോ ഒന്നും നമുക്കറിയില്ല. നമ്മുടെ മുന്നിൽ ടൈമില്ല.